ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോണത് ഞാൻ കുറച്ച് കാലം എവിടെയെന്നും എന്തേനും പണി എന്നുള്ളതാണ്. ഇപ്പം ഈ കണ്ടില്ല, ഈ സ്ഥലത്തേനും ഞാൻ കുറച്ച് കാലം ഹോസ്പിറ്റലിൽ മഞ്ഞപ്പിത്തേനും കേട്ടോ. എല്ലാവർക്കും മഞ്ഞപ്പിത്താണ്. അപ്പോൾ ഹോസ്പിറ്റലിൽ പോവുക, ക്ഷീണിച്ച് എടുക്കുക, ഹോസ്പിറ്റലിൽ പോവുക, ട്രിപ്പ് ഇടുക, ഇതന്നെയാണോ പണി. ഇമാതിരി ഒരു എന്താ പറയുക, ലക്ഷണം കെട്ടാന്നൊക്കെ പറയില്ല, ലക്ഷണം കെട്ട ഒരു രോഗം വേറെ അല്ല. എന്താ വെച്ചാൽ ഒരു ഉപ്പ് കൂട്ടാൻ പറ്റൂല, ഒരു മുളക് കൂട്ടാൻ പറ്റൂല, എന്തെങ്കിലും ഒരു അച്ചാർ കൂട്ടാൻ പറ്റൂല, ഇറച്ചി പറ്റൂല, മീൻ പറ്റൂല, ബീഫ് പറ്റൂല, അത് വേറെ, പൊരിച്ചതും കരിച്ചതും പറ്റൂല. സത്യം പറഞ്ഞാൽ കുറച്ച് കാലം കഞ്ഞി തന്നെയാണ് കേട്ടോ കൂട്ടാൻ. വെറും കഞ്ഞി അങ്ങനെ കുടിക്കുക, ഉപ്പേരി ഇതൊക്കെ ഉപ്പിടാതെ കുടിക്കുക. പിന്നെ കുട്ടികൾക്ക് ഉണ്ടായിട്ടില്ല കേട്ടോ, ഞങ്ങൾക്കൊക്കെ ഉണ്ടായിന്ന് പറഞ്ഞപ്പോൾ ഒരു പേടിയിട്ട് കുട്ടികളും കൂടിയും ഒരു ഉറപ്പിന് വേണ്ടിയിട്ട് ഓലൊന്ന് ടെസ്റ്റ് ചെയ്യാൻ കൊണ്ടുപോയി. അപ്പോൾ ഭാഗ്യത്തിന് കുട്ടികൾക്ക് ഉണ്ടായിട്ടില്ല. അപ്പോൾ പിന്നെ ഭാഗ്യം കരുതി, പിന്നെ ഒന്നുകൂടി കരുതലെടുത്തിട്ട് കുട്ടികളൊന്നും അടുപ്പിച്ചാലില്ല അടുത്തേക്ക്. പിന്നെ കുറച്ച് കാലം ആശ്വാസം ഉണ്ടായിരുന്നതാ ഈ വെള്ളമാണ് കേട്ടോ, ഇളനീൻ്റെ വെള്ളം. അത് കുടിച്ചുമ്പോൾ കുറച്ച് ആശ്വാസം ഉണ്ടാവും. കുറച്ച് കഴിഞ്ഞാൽ അത് അതേപോലെ പോയി ഛർദ്ദിക്കും, പിന്നെയും പോകും, ഹോസ്പിറ്റലിലേക്ക് ട്രിപ്പ് ഇടും. നമുക്ക് മറ്റുള്ള അസുഖം പോലെ അല്ലല്ലോ. മറ്റുള്ള അസുഖമൊക്കെ വന്നാൽ നമുക്ക് ഈ മരുന്ന് കുടിച്ചാൽ അത് മാറും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടല്ലോ. മരുന്ന് കുടിച്ചു കഴിഞ്ഞാൽ മാറുന്നു. ഇതങ്ങനല്ലല്ലോ, ഇതിനൊരു മരുന്നും ഇല്ല, ഒരു മന്ത്രമില്ല, ഒരു കുന്തമില്ല. നമ്മളങ്ങനെ കിടക്കന്നെ വിറ്റാമിൻ്റെ മരുന്നും ഗുളികയും കഴിച്ചുകൊണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു 10-20 ദിവസമൊക്കെ കഴിഞ്ഞപ്പോൾ എല്ലാവരും നീച്ചാനൊക്കെ വെയ്ക്കൽ തുടങ്ങിട്ടോ. അതുവരെ അങ്ങനെ കിടക്കുന്നതിനു പിന്നെ നീച്ച് ഒറ്റക്ക് ഭക്ഷണം എടുത്ത് കഴിക്കാനൊക്കെ ആയി എല്ലാവർക്കും. കഴിക്കണമെന്നൊന്നും നോക്കണ്ട കേട്ടോ, ഇതൊക്കെ ഇപ്പം തുടങ്ങിയതാണ്. പൂളി ഇതൊക്കെ നമ്മൾ കഞ്ഞി തന്നെയാണ്. ഇപ്പോൾ കുറച്ച് ഇതൊക്കെ പൂള തിന്നും, മറ്റേ പുട്ട് കടല അങ്ങനത്തെ ഒക്കെ തിന്നും, ഒക്കെ ഉപ്പ് കുറച്ചിട്ട് കേട്ടോ. എന്തായാലും അങ്ങനെയായാലും കുറച്ച് ദിവസം ഇത് ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ. അല്ല, ഇതിന് മരുന്ന് കണ്ടുപിടിച്ചാത്ത തന്നെ ഞാൻ ആലോചിച്ചത്. എല്ലാത്തിനും മരുന്ന് കണ്ടുപിടിച്ചത്, ഇതിനെന്താ കണ്ടുപിടിച്ചാത്ത?